ക്വസ്റ്റ്യനിലേക്ക് പോവാം. അപ്പം നിങ്ങൾ ഇതെല്ലാം ഞാൻ ഈ പറയുന്ന എക്സാമ്പിളൊക്കെ നിങ്ങൾ മനസ്സിൽ അതേപോലെ തന്നെ ആലോചിക്കണം കേട്ടോ, എന്നാലേ നിങ്ങൾക്ക് ഇത് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പം ഞാൻ ഇതുണ്ട് ഇവിടെ ഒരു 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 ഇപ്പം നമുക്ക് ഞാനൊരു വെക്ടർ നിങ്ങളിപ്പോൾ എഴുതിയ എവിടം വരെ എ ആൻഡ് ബി എന്നല്ലേ എഴുതിയ, അപ്പോൾ അതിൻ്റെ താഴോട്ട് തന്നെ ഇതും കൂടെ എഴുതിയിട്ട് ഞാനത് എക്സ്പ്ലെയിൻ ചെയ്യാം. സിമിലർലി നിങ്ങളിപ്പോൾ എഴുതിയതിൻ്റെ താഴോട്ട് ഇത് എഴുതിക്കുക. സിമിലർലി the case of similarly the case of FB എന്ന് പറയുമ്പോൾ മാഗ്നറ്റിക് ഫോഴ്സ്. നമ്മൾ അതിൻ്റെ ഇക്വേഷൻ ഒക്കെ കഴിഞ്ഞ ദിവസം പഠിച്ചായിരുന്നില്ലേ? സിമിലർലി ദ കേസ് ഓഫ് മാഗ്നറ്റിക് ഫോഴ്സ്. ഓക്കെ, അപ്പം നമുക്ക് മാഗ്നറ്റിക് ഫോഴ്സിന്റെ എന്താണ്? മാഗ്നറ്റിക് ഫോഴ്സ് FB ഈസ് ഈക്വൽ ടു Q ഇൻറ്റു വെക്റ്റർ വി ക്രോസ് വെക്റ്റർ ബി എന്നായിരുന്നു നമ്മുടെ ഇക്വേഷൻ അല്ലേ? അപ്പം നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചത് എ ക്രോസ് ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വെക്റ്റർ എ ക്രോസ് വെക്റ്റർ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് സി എന്ന് പറയുന്ന വെക്ടറിന്റെ ഡയറക്ഷൻ ആയിരിക്കും. അതെങ്ങനെയായിരിക്കും? എ എന്ന് പറയുന്ന വെക്ടറും ബി എന്ന് പറയുന്ന വെക്ടറും പോകുന്ന പ്ലെയിനിന് പെർപെൻഡിക്കുലർ ആയിരിക്കും. അതിന്റെ ജോയിന്റിൽ, അതായത് ഈ രണ്ട് ആൾക്കാർ ജോയിന്റ് ചെയ്യുന്ന അവിടെ വെച്ചിട്ടാണ് അതിന് പെർപെൻഡിക്കുലർ ആണ്. അതേപോലെ തന്നെ ഇവിടെ വി ക്രോസ് ബി ആ. ഇവിടെ വി ക്രോസ് ബി എന്ന് പറഞ്ഞാൽ എന്താ? വിയിൽ നിന്ന് ബിയിലോട്ടാണ് ക്രോസ് ചെയ്യുന്നത്. വിയിൽ നിന്ന് ബി, ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഇതിന്റെ താഴോട്ട് വി ഇത് ഞാൻ വരയ്ക്കുന്നു, അതേപോലെ തന്നെ ഇത് ബി വരയ്ക്കുന്നു. അങ്ങനെയാണെങ്കിൽ വി ക്രോസ് ബി എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യണമെന്നാണ് പറഞ്ഞത്? ക്രോസ് ചെയ്യുമ്പം വിയിൽ നിന്ന് ബിയിലോട്ട് ക്രോസ് ചെയ്യണം. ആണോ? അങ്ങനെയാണ് പഠിപ്പിച്ചത് അല്ലേ? അപ്പോൾ നിങ്ങൾ ഒരു സ്ക്രൂ ഡ്രൈവർ കൊണ്ട് തന്നെ ഇവിടെ വെക്കുവാന്ന് വിചാരിച്ചു, അതായത് പെർപെൻഡിക്കുലർ ആയിട്ട് തന്നെ ഇവിടെ വെക്കുക, പെർപെൻഡിക്കുലർ ആയിട്ട്. അപ്പോൾ ആ സ്ക്രൂ ഡ്രൈവർ വിയിൽ നിന്ന് ബിയിലോട്ട് കറക്കുമെന്ന് പറയുമ്പോൾ ക്ലോക്ക് വൈസ് കറക്കുമെന്ന് അർത്ഥം. ക്ലോക്ക് വൈസ് നിങ്ങളൊരു സ്ക്രൂ കറക്കി കഴിഞ്ഞാൽ ആ സ്ക്രൂ എന്ത് ചെയ്യും? ഈ പ്ലെയിൻ അകത്തോട്ട് കയറിപ്പോൾ മുകളിലോട്ടല്ല വരയ്ക്കുമ്പോൾ 3 ഡയമെൻഷനിലായിട്ട് കൺസിഡർ ചെയ്യുക. അതായത് ഈ ഉള്ളിലോട്ട് കയറിപ്പോ. ഓക്കെ, അപ്പം ഇതുമായിട്ടും പെർപെൻഡിക്കുലർ ആയിരിക്കും. അതേപോലെ ഈ ലൈനും പെർപെൻഡിക്കുലർ ആയിരിക്കും. ഇതായിരിക്കും നമ്മുടെ ആരുടെ ഡയറക്ഷനാ? FB യുടെ ഡയറക്ഷൻ. ഓക്കെ ആണല്ലോ? എന്നിട്ട് ഇതിന്റെ താഴോട്ട് എഴുതുക ആസ് ഇറ്റ് ഈസ് ഫ്രം V to B in clockwise direction FB is moving inwards the plane containing V and B. അപ്പം ഇത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ ഒരു പ്ലെയിൻ ഷീറ്റ് ജസ്റ്റ് ഇങ്ങനെ 3 ഡയമെൻഷനിലായിട്ട് നിങ്ങളൊരു പ്ലെയിൻ ഷീറ്റ് കൺസിഡർ ചെയ്യുക. തന്നെ ഇങ്ങനെ ഞാൻ അതിനിങ്ങനെ ചരിച്ചാണ് വെച്ചിരിക്കുന്നതെന്ന് വിചാരിച്ചോ. അപ്പം വി എന്ന് പറയുന്ന വെക്ടർ ഈ പ്ലെയിനിൽ തന്നെ ഇങ്ങോട്ടും, ബി എന്ന് പറയുന്ന വെക്ടർ ഈ പ്ലെയിനിൽ തന്നെ ഇങ്ങോട്ടുമാണ് പോകുന്നതെന്ന് വിചാരിച്ചോ. വി ക്രോസ് ബി ചെയ്യുകയാണെങ്കിൽ സ്ക്രൂ ഡ്രൈവർ നിങ്ങൾ ഇവിടെ കൊണ്ടുവച്ചിട്ട്, കണ്ടോ, ഇതാണ് നിങ്ങളുടെ സ്ക്രൂ ഡ്രൈവർ. ഈ സ്ക്രൂ ഡ്രൈവർ ഇവിടെ കൊണ്ടുവച്ചിട്ട് വേണം നിങ്ങൾ കറക്കാൻ. എങ്ങോട്ടാ? വി ക്രോസ് ബി. കണ്ടോ, ക്ലോക്ക് വൈസ് ഡയറക്ഷനോട്ട്. അപ്പോൾ എന്ത് ചെയ്യുന്നറിയാമോ? ഫോഴ്സിന്റെ ഡയറക്ഷൻ തന്നെ ഇങ്ങോട്ടായിരിക്കും. കണ്ടോ, ഇതിനും പെർപെൻഡിക്കുലർ ആയിരിക്കും, അതേപോലെ തന്നെ ഇതിനും പെർപെൻഡിക്കുലർ. ഈ സാധനമാണ് നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഇവിടെ വരച്ചു തന്നിരിക്കുന്നത്. ഇങ്ങനെ വരയ്ക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ്, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ വരച്ചിരിക്കുന്നത്. ആർക്കെങ്കിലും മനസ്സിലാകാഴികയുണ്ടെങ്കിൽ എന്നോട് ചോദിക്കാം. അങ്ങനെയാണെങ്കിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ബി ക്രോസ് ബി ചെയ്യുമ്പം ആ ഫോഴ്സിന്റെ ഡയറക്ഷൻ തന്നെ ഇതുവഴി ഇങ്ങോട്ട് പെർപെൻഡിക്കുലർ ആയിട്ട്, ഈ പ്ലെയിന് പെർപെൻഡിക്കുലർ ആയിട്ട് പുറത്തോട്ട് വരും. ക്ലിയർ ആണോ? ഇത് ക്ലിയർ ആണെങ്കിൽ ക്ലിയർ ആണെന്ന് പറയാം, ഇല്ലെങ്കിൽ ഇല്ലെന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ അടുത്ത ടോപ്പിക്കിലേക്ക് പോവാണ്. ഡെബ്രിയൊക്കെ ഓക്കെ ആണോ? ഇത് FB യുടെ ഡയറക്ഷൻ ആണ്. ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക കേട്ടോ. അനീറ്റ ഒക്കെ ആണോ? ശ്വേത ഒക്കെ ഓക്കെ ആണോ? ഏഞ്ചലീന, ഷാരോൺ, അശ്വിന്മാർ രണ്ടുപേര്, പാർത്ഥിബ് ഒക്കെ ഓക്കെ ആണോ? ഓക്കെ നോക്കിയോ.
നെക്സ്റ്റ് അടുത്ത ഹെഡിങ് എഴുതിക്കോ. മാഗ്നറ്റിക് ഫോഴ്സ് ഓൺ എ കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ. കറണ്ട് ക്യാരിയിങ് ഡെറിവേഷൻ ആണ്. ക്യാരിയിങ് കണ്ടക്ടർ ആദ്യത്തെ ഡെറിവേഷൻ കണ്ടക്ടർ, കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ. അതായത് നമ്മൾ ഇതുവരെ ഒരു ചാർജ് മൂവ് ചെയ്യുവാണെങ്കിൽ ആ ചാർജ് ക്യാരിയിങ് അല്ലെങ്കിൽ ആ ചാർജിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സിനെ പറ്റിയൊക്കെയായിരുന്നു നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നതെങ്കിൽ ഇനി നമ്മൾ പറയാൻ പോകുന്നത് എന്താണെന്ന് അറിയാമോ? ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഒരു കറണ്ട് ഒരു കറണ്ട് ക്യാരിയിങ് കണ്ടക്ടറായിട്ട് ഞാനൊരു മാഗ്നറ്റിക് ഫീൽഡ് വെച്ചിട്ട് ആ കണ്ടക്ടറിനകത്തൂടെ കറണ്ട് കടത്തി വിട്ട് കഴിഞ്ഞാൽ ആ കറണ്ട് ക്യാരിയിങ് കണ്ടക്ടറിൽ ഏത് ഡയറക്ഷനിലായിരിക്കും ഫോഴ്സ് ആക്ട് ചെയ്യുന്നത്, ആ ആക്ട് ചെയ്യുന്ന ഫോഴ്സിന്റെ ഇക്വേഷൻ എന്താ? ഇപ്പൊ നമ്മൾ ഒരു ചാർജിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സിന്റെ ഇക്വേഷൻ, മാഗ്നറ്റിക് ഫോഴ്സിന്റെ ഇക്വേഷൻ FB = QB sin θ എന്ന് എഴുതി. അങ്ങനെയാണെങ്കിൽ ഒരു എൻറ്റയർ കണ്ടക്ടർ തന്നെ മാഗ്നറ്റിക് ഫീൽഡിനകത്തോട്ട് വെച്ചിട്ട് അതിനകത്തൂടെ ചാർജസ് കടത്തി വിടുമ്പോൾ അതിനകത്തൂടെ കറണ്ട് കടന്നു പോകും. ആ കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ മാഗ്നറ്റിക് ഫീൽഡിൽ ഇരിക്കുന്ന സമയത്ത് അതിലൊരു ഫോഴ്സ് ഉണ്ടാവും. ആ ഫോഴ്സിന്റെ ഇക്വേഷൻ എന്താ എന്നുള്ളതാണ് ഡെറിവേഷൻ വെച്ചിട്ട് പറയാൻ പോകുന്നത്. അപ്പം ഓർത്തോണം, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് നമ്മൾ മാഗ്നറ്റിക് ഫീൽഡ് കൺസിഡർ ചെയ്തു. ഈ മാഗ്നറ്റിക് ഫീൽഡ് കൺസിഡർ ചെയ്യുന്ന പറയുമ്പോൾ ഈ ഇൻടു ദ പ്ലെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഇവിടെ ഓഫ്ലൈൻ വന്ന ഒരു ബാച്ചിൽ നിന്ന് ഞാൻ ക്ലാസ് എടുത്തായിരുന്നു. അപ്പോൾ ആ ക്ലാസ്സിൽ ഞാനൊരു പടം വരയ്ക്കാൻ വേണ്ടി ഒരു സ്ഥലം ഇടാൻ വേണ്ടി അവരോട് പറഞ്ഞായിരുന്നു. എനിക്ക് നിമിഷ നമ്മുടെ അതേപോലെ തന്നെ അനന്യയൊക്കെയാണ്. അപ്പോൾ അവരുടെ ബാച്ചിൽ ഞാൻ ആ പടം വരയ്ക്കാൻ പറഞ്ഞെടുത്ത് ഈ പടമായിരുന്നു വരയ്ക്കേണ്ടത്. അത് ഓൾറെഡി നമ്മൾ കഴിഞ്ഞ ദിവസം വരച്ചാണ്, ഓൺലൈനിൽ കഴിഞ്ഞ ദിവസം പഠിപ്പിച്ചപ്പോൾ നമ്മൾ വരച്ചാണ്. ക്യൂ ഇങ്ങോട്ട് പോകുന്നു, ക്യൂവിൻ്റെ വെലോസിറ്റിയുടെ ഡയറക്ഷൻ ഇത്. മാഗ്നറ്റിക് ഫീൽഡ് ഇൻറ്റു ഇട്ട് കഴിഞ്ഞാൽ അർത്ഥം, ഇപ്പം നിങ്ങളുടെ സ്ക്രീനിൽ എല്ലാം മുട്ടുസൂചി കുത്തി വെച്ചിരിക്കാന്ന് വിചാരിച്ചു, കുത്തി ഇറക്കി. ഒരു പേപ്പർ എടുത്തിട്ട് ആ പേപ്പറിനകത്തൂടെ മുട്ടുസൂചി കുത്തി ഇറക്കി വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണോ, എത്ര മുട്ടുസൂചി കുത്തി ഇറക്കാൻ പറ്റുമോ അത്രയും മുട്ടുസൂചി കുത്തി ഇറക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ മുട്ടുസൂചി കുത്തി ഇറക്കുന്ന ഡയറക്ഷനിലായിരിക്കും മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത്. ഇൻറ്റു ഇടുന്ന സമയത്ത് ചില സമയത്ത് ഡോട്ട് ഇടും മാഗ്നറ്റിക് ഫീൽഡിനെ. ഡോട്ട് ഇടുമ്പം അതിനർത്ഥം ആ മാഗ്നറ്റിക് ഫീൽഡ് അകത്തുനിന്ന് പുറത്തേക്ക് ഇറങ്ങി വരുന്ന മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ആയിരിക്കും അവിടെ എന്ന് അർത്ഥം. അത് ഞാൻ ജനറലായിട്ട് ഇപ്പോൾ പറഞ്ഞതേ ഉള്ളൂ, അങ്ങോട്ടേക്ക് പോകുമ്പോൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയും. ഇതിപ്പം ഈ സിംഗിൾ ചാർജ് ഇതിനകത്തൂടെ മൂവ് ചെയ്യുമ്പോൾ ഉള്ള ഇക്വേഷനാണ് ഈ ചാർജിൽ ആക്ട് ചെയ്യുന്ന മാഗ്നറ്റിക് ഫോഴ്സ് ആണ് FB = QVB sin θ അല്ലെങ്കിൽ Q × V × B. എന്നാൽ ഒരു എൻറ്റയർ കണ്ടക്ടർ തന്നെ, ഒരു കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ തന്നെ ഞാൻ ഈ മാഗ്നറ്റിക് ഫീൽഡ് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ആ എൻറ്റയർ കറണ്ട് ക്യാരിയിങ് കണ്ടക്ടറിൽ ആക്ട് ചെയ്യുന്ന മാഗ്നറ്റിക് ഫോഴ്സിന്റെ ഇക്വേഷനാണ് നമ്മൾ ഈ ഡെറിവേഷനിലൂടെ കണ്ടുപിടിക്കാൻ പോകുന്നത് എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. ഇത് വളരെ സിമ്പിളായിട്ട് നമുക്ക് എടുക്കാം, പറഞ്ഞു തരാൻ പറ്റും. വളരെ സിമ്പിളാണ്, നോക്കിക്കോളൂ. അപ്പം ആദ്യം ഒരു പടം വരയ്ക്കാം. ഇൻറ്റു ദ പ്ലെയിൻ. അപ്പം നമുക്ക് ഇൻറ്റു ഇട്ട് കൊടുക്കാം. അതായത് ഇതിൻ്റെ മാഗ്നറ്റിക് ഫീൽഡ് ഇതിനകത്തൂടെ കുത്തി ഇറങ്ങി പുറത്തേക്ക് പോവാണ് അകത്ത്. അതായത് ഞാൻ പറഞ്ഞില്ലേ, അതായത് മുട്ടുസൂചി ഒരു പേപ്പറിൽ കുത്തി വെച്ചിരിക്കുന്ന അവസ്ഥ, അതുപോലെയാണ് മാഗ്നറ്റിക് ഫീൽഡ് കയറി പോകുന്നതെന്ന് ഓർത്തേക്കുക. എന്നിട്ട് ഇതിനകത്താണ് ഞാനൊരു കണ്ടക്ടർ കൺസിഡർ ചെയ്യാണ്. എൽ ലെങ്തിലുള്ള ഒരു കണ്ടക്ടർ ഞാൻ കൺസിഡർ ചെയ്യാൻ പോണ്. എൽ ലെങ്തിൽ ഉള്ള ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ. അതായത് നമ്മൾ കറണ്ട് ഇലക്ട്രിസിറ്റി പഠിപ്പിച്ചപ്പോൾ ഞാൻ വരച്ചായിരുന്നല്ലോ ഒരു കണ്ടക്ടറിന്റെ പടം. സെയിം പടം തന്നെ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഉള്ളിൽ നമ്മൾ കൺസിഡർ ചെയ്യാന്നുള്ളതേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ഇങ്ങനെ ഓക്കെ. ഇനി നമുക്കറിയാം ഇതിനകത്ത് ഇലക്ട്രോൺസ് ഫ്ലോ ചെയ്യുമല്ലോ. ഇലക്ട്രോൺസ് ഫ്ലോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇലക്ട്രോൺസ് ഈ ഡയറക്ഷനിലാണ് ഫ്ലോ ചെയ്തതെന്ന് വിചാരിച്ചോ. ഇലക്ട്രോൺസ് അത് കാണിച്ചേക്കണം. ഇലക്ട്രോൺസ് ഈ ഡയറക്ഷനിൽ ഫ്ലോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇലക്ട്രോൺസ് ഈ ഡയറക്ഷനിൽ ഫ്ലോ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും കറണ്ട് ഉണ്ടാകുന്നതെന്ന് വിചാരിക്കുക. അപ്പോൾ ആ കറണ്ടിനെ നമുക്ക് തിരിച്ച് ഒരു ആരോ ഇട്ടിട്ട് റെപ്രസെൻറ്റ് ചെയ്യാം. ഇതാണ് കറണ്ടിൻ്റെ ഡയറക്ഷൻ. കണ്ടോ, ഇത്രയും വലിയ കണ്ടക്ടർ ആയതുകൊണ്ട് ഞാൻ വലിയ ആരോ കൊടുത്തതേ ഉള്ളൂ. കറണ്ടിൻ്റെ ഡയറക്ഷൻ എന്ന് വേണേൽ കൊടുത്തേക്കണം. ഇതിൻ്റെ ഏരിയ ഇവിടെ റെപ്രസെൻറ്റ് ചെയ്യാം. ഇതിൻ്റെ ഏരിയ, യൂണിഫോം ഏരിയ. അതേപോലെ ഇതിന് വോളിയം ഉണ്ടല്ലോ, നമ്മൾ അന്ന് പഠിപ്പിച്ചപ്പോൾ വോളിയത്തിൻ്റെ കാര്യമൊക്കെ പറഞ്ഞ് പഠിപ്പിച്ചായിരുന്നു ഇല്ലേ. അതേപോലെ ഇതിൻ്റെ വോളിയം V ആണ്. എൻറ്റയർ വോളിയം എന്ന് പറയുന്നത് V ആണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പടത്തിനകത്ത് മാർക്ക് ചെയ്തിട്ട് താഴോട്ട് എഴുതേണ്ടത് കൺസിഡർ എ കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ in a magnetic field.
FB be the magnetic force acting on a current carrying on this current carrying conductor on current carrying conductor എന്ന് എഴുതിയാൽ മതി on current carrying conductor എഴുതുക. കൺസിഡർ എ കറണ്ട് ക്യാരിങ് കണ്ടക്ടർ ഇൻ എ മാഗ്നറ്റിക് ഫീൽഡ്. ഒരു കറണ്ട് ക്യാരിങ് കണ്ടക്ടർ നമ്മൾ മാഗ്നറ്റിക് ഫീൽഡ് കൺസിഡർ ചെയ്തു. ആ കറണ്ട് ക്യാരിങ് കണ്ടക്ടറിൽ ആക്ട് ചെയ്യുന്ന മാഗ്നറ്റിക് ഫോഴ്സ് FB ആണെന്നുള്ള കാര്യം കൊണ്ട് റെപ്രസെന്റ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം ഒരു ചാർജിന്റെ മണ്ടയ്ക്ക് ആക്ട് ചെയ്യുന്ന ഫോഴ്സ് നമുക്കറിയാം എന്താ. therefore FB is equal to എന്താ Q into വെക്റ്റർ V ക്രോസ് വെക്റ്റർ B. ഇതിനെ ഇക്വേഷൻ നമ്പർ 1 ആയിട്ട് കൊടുക്കുകയാണ്. ഇനി നമുക്കറിയാം, നമ്മൾ പറഞ്ഞായിരുന്നു ഒരു ഇലക്ട്രോൺ അല്ല ഇവിടെയുള്ള, ഒരു ചാർജ് അല്ല, ഒത്തിരി ചാർജ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്പർ ഡെൻസിറ്റിയും അതേപോലെ ഇലക്ട്രോണിന്റെ ചാർജും ഒക്കെ വെച്ചിട്ട് വേണം നമ്മൾ നാളെ, അതായത് നമ്മൾ പറഞ്ഞായിരുന്നല്ലോ നാളെയൊന്നും നീ എവിടാന്നും ഒക്കെ നമ്മൾ ഒരു ഇക്വേഷൻ ഒക്കെ പഠിച്ചായിരുന്നു അല്ലേ. അതേപോലെ ഇക്വേഷൻ ഇവിടെ കൺസിഡർ ചെയ്യണം. അതുകൊണ്ട് തന്നെ ലെറ്റ് സ്മോൾ n ബി ദ നമ്പർ ഓഫ് ഇലക്ട്രോൺസ്. നേരത്തെ ആ കറണ്ട് ഇലക്ട്രിസിറ്റിയുടെ അതേ സാധനം തന്നെയാണ്, ഒരു വ്യത്യാസമില്ല, അതേ റൈറ്റിംഗ്സ് ഒക്കെ തന്നെയാണ് എഴുതിയിരിക്കുന്നത്. ലെറ്റ് n ബി ദ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് പെർ യൂണിറ്റ് വോളിയം. Therefore total number of electrons in conductor is given by നമുക്കറിയാം, നമ്മൾ കഴിഞ്ഞ ആ കറണ്ട് ഇലക്ട്രിസിറ്റി പഠിപ്പിച്ചാണ്. അതായത് ഒരു എന്താണ് നമ്മൾ ആ വോളിയത്തിന്റെ വെച്ചിട്ടാണ് പറഞ്ഞത് ഇല്ലേ. അതായത് ഒരു സെന്റിമീറ്റർ ക്യൂബ്, അല്ലെങ്കിൽ അങ്ങനെ വേണ്ട, ഒരു സെന്റിമീറ്റർ ക്യൂബിൽ എത്രയാ 10 ഇലക്ട്രോൺസ്, അല്ലെങ്കിൽ ഒരു ഇലക്ട്രോൺ എന്ന് വിചാരിച്ചോ. അങ്ങനെയാണെങ്കിൽ 10 സെന്റിമീറ്റർ ക്യൂബിൽ എത്ര ഇലക്ട്രോൺസ് വരും? 10 സെന്റിമീറ്റർ ക്യൂബ്. നോക്കിയോ കുഞ്ഞുങ്ങളെ, ഞാനിത് എക്സ്പ്ലെയിൻ ചെയ്യാം. അതായത് നമ്മളിപ്പം ഒരു യൂണിറ്റ് വോളിയം എന്ന് പറയുമ്പോഴത്തേക്കും 1 സെന്റിമീറ്റർ ക്യൂബ് എന്ന് എടുക്കാം. 1 സെന്റിമീറ്റർ ക്യൂബിൽ നമുക്കിപ്പം ഒരു ഇലക്ട്രോൺ എന്ന് വിചാരിച്ചോ. അങ്ങനെയാണെങ്കിൽ 10 സെന്റിമീറ്റർ ക്യൂബിൽ എത്ര ഇലക്ട്രോൺസ് കാണും? 10 × 1 ഇലക്ട്രോൺ അല്ലേ. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്താണ് n സെന്റിമീറ്റർ ക്യൂബിൽ എത്ര, അല്ലെങ്കിൽ പോട്ടെ, അല്ലെങ്കിൽ എന്താ 100 സെന്റിമീറ്റർ ക്യൂബിൽ എത്രയാണ്? 100 × 1. അതേപോലെ തന്നെ നമ്മളിപ്പോൾ എടുത്തിരിക്കുന്നത് അതായത് ഒരു യൂണിറ്റ് വോളിയത്തിൽ n നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഉണ്ടെന്ന് എടുക്കുകയും ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസിന് നമുക്ക് n എടുക്കുന്ന രീതിയിലാണ് നമ്മൾ അറേഞ്ച് ചെയ്യുന്നത്. ഇത് ഓൾറെഡി നമ്മൾ കറണ്ട് ഇലക്ട്രിസിറ്റി പഠിപ്പിച്ചപ്പോഴൊക്കെ ഡീറ്റെയിൽ ആയിട്ട് കുറേ എക്സാമ്പിൾ ഒക്കെ പറഞ്ഞതാണ് ഇല്ലേ. അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ ദ കണ്ടക്ടർ എന്ന് പറയുമ്പോൾ നമുക്ക് ഈസ് ഗിവൺ ബൈ വോളിയം, ടോട്ടൽ വോളിയം ഇൻറ്റു എന്തെന്ന് എഴുതാം? n എന്ന് എഴുതാം. n എന്ന് പറയുമ്പോൾ ഒരു യൂണിറ്റ് വോളിയത്തിലുള്ള നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈസ് ഈക്വൽ ടു നമുക്ക് v ഇൻറ്റു n എന്ന് എഴുതാം. v എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്കറിയാം ഏരിയ ഇൻറ്റു ഹൈറ്റ് ഇൻറ്റു n എന്ന് എഴുതാം. ഏരിയ ഇൻറ്റു ഹൈറ്റ് അല്ല, ഇവിടെ കണ്ടക്ടറിന്റെ ലെങ്ത് ആണ്. അപ്പോൾ a ഇൻറ്റു l ഇൻറ്റു n എന്ന് എഴുതാം. നമുക്കറിയാം ചാർജ് ഓഫ് 1 ഇലക്ട്രോൺ, ഇതിനെ വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ ടോട്ടൽ നമ്പർ ഓഫ് ചാർജ് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ഇങ്ങനെ എടുക്കാമല്ലോ. അതായത് q എന്ന് എടുക്കാം ഇല്ലേ. q ഈസ് ഈക്വൽ ടു NaL എന്ന് എടുക്കാം. നമുക്കറിയാം ചാർജ് ഓഫ് 1 ഇലക്ട്രോൺ എന്ന് പറയുന്നത് E ആണ്. അങ്ങനെയാണെങ്കിൽ ചാർജ് ഓഫ് n ഇലക്ട്രോൺ എന്തായിരിക്കും? ചാർജ് ഓഫ് n ഇലക്ട്രോൺ എന്ന് പറയുമ്പോൾ n ഇൻറ്റു E ആയിരിക്കും. ഇത് ഇതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഇക്വേഷൻ എന്താവും? therefore q ഈസ് ഈക്വൽ ടു, ഇവിടോട്ട് തന്നെ എഴുതാം, therefore q ഈസ് ഈക്വൽ ടു NaL എന്ന് വരും. ഇത് തന്നെയാണ് നമ്മൾ കഴിഞ്ഞ ഇതിനകത്ത് പഠിപ്പിച്ചത് ഇല്ലേ. ഇനി നോക്കിക്കോ, ഇനി നമുക്കറിയാം when current start flowing, when current starts flowing, velocity become drift velocity ആണ്. velocity becomes drift velocity എന്ന് പറയും. drift
ഡ്രിഫ്റ്റ് വെലോസിറ്റി എന്ന് പറയും. വെലോസിറ്റി എന്ന് പറയും. അതായത് വി എന്ന് പറഞ്ഞാൽ എന്തായിട്ട് മാറും? വി ഡി ആയിട്ട് എടുക്കാം. ഓക്കെ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ ഈ ക്യൂവിൻ്റെ ഇക്വേഷൻ, നമ്മളിപ്പോൾ ഇത് ഇക്വേഷൻ ആദ്യത്തെ എഫ് ബിയുടെ ഇക്വേഷൻ 1 എന്നും ക്യൂവിൻ്റെ ഇക്വേഷനെ ഇക്വേഷൻ 2 എന്നും വേണ്ട ഇതിനെ നമുക്ക് വി വി ഡി ആവുന്നുള്ളത് ഇക്വേഷൻ 3 ആയിട്ടും അങ്ങോട്ട് എടുക്കുക. ഓക്കെ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇത് ഇങ്ങനെ ചെയ്യാം. അതായത് സബ്സ്റ്റിറ്റ്യൂട്ടിങ് ഇക്വേഷൻ 2 and 3 in എന്താണ് 2 and 3 in 1. അങ്ങനെയാണെങ്കിൽ നമുക്ക് എഫ് ബി ഈസ് ഈക്വൽ ടു എന്തെന്ന് എഴുതാം? എഫ് ബി ഈസ് ഈക്വൽ ടു ക്യൂ ഇൻറ്റു വി ക്രോസ് ബി ആണ് ഇല്ലേ? വി ക്രോസ് ബി ആണ് നമ്മുടെ ഇക്വേഷൻ. അങ്ങനെയാണെങ്കിൽ എഫ് ബി ഈസ് ഈക്വൽ ടു ക്യൂവിന് പകരം നമുക്ക് എൻ എ എൽ ഇ എന്ന് എഴുതാം. അതേപോലെ തന്നെ വെക്റ്റർ വി ക്രോസ് വെക്റ്റർ ബി എന്ന് എഴുതാം. ഞാനുണ്ടല്ലോ ഈ എല്ലിനെ അകത്ത് കയറ്റിയിട്ട് വീനെ പുറത്തിറക്കുകയാണ്. എല്ലിനെ അകത്ത് കയറ്റിയിട്ട് വീനെ പുറത്തിറക്കുമ്പോൾ എഫ് ബി ഈസ് ഈക്വൽ ടു എൻ, അപ്പം വി ഡിയും കൂടെ ആവുമല്ലോ, വി വി ഡി ആവുമേ. നമ്മൾ വി വി ഡി ആവുമെന്ന് പറഞ്ഞല്ലോ. അപ്പം വി ഡിനെ ഞാൻ പുറത്തിറക്കിയിട്ട് എല്ലിനെ അകത്ത് കയറ്റിയാണ്. എൻ എ വി ഡി ഇ ഇൻറ്റു എന്തെന്ന് വരും? എൽ ക്രോസ് ബി എന്ന് വരും. എല്ലും രണ്ടും വെക്ടറാണ്, എല്ലും വെക്ടറാണ്, ബിയും വെക്ടറാണ്. അങ്ങനെയാണെങ്കിൽ ഇത് നോക്കിയേ, ഇത് അറേഞ്ച് ചെയ്ത് എഴുതുമ്പോൾ എഫ് ബി ഈസ് ഈക്വൽ ടു എൻ ഇ എ വി ഡി എൽ എ ഇൻറ്റു എന്താ? എൽ ക്രോസ് ബി എന്നാണ് വരുന്നത്. ഇത് നമ്മൾ എവിടെ പഠിച്ചിട്ടുണ്ട്? നീ എവിടെ ഐ എഫ് എന്താണ് എഫ് ബി ഈസ് ഈക്വൽ ടു നീ എവിടെ ഇൻറ്റു എൽ ക്രോസ് ബി എന്നാണ്. നീ എവിടെ എന്ന് പറയുമ്പോൾ ഐ ആണ് ഇല്ലേ? അപ്പോൾ നമുക്ക് എഫ് ബി ഈസ് ഈക്വൽ ടു ഐ ഇൻറ്റു എന്തെന്ന് എഴുതാം? എൽ ക്രോസ് ബി എന്ന് എഴുതാം. എൽ ക്രോസ് ബിനെ നമുക്ക് ക്രോസ് പ്രോഡക്റ്റ് മാറ്റി ഇൻറ്റു ആക്കണമെങ്കിൽ സൈൻ തീറ്റ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എഫ് ബി ഈസ് ഈക്വൽ ടു ഐ ഇൻറ്റു എൽ ബി സൈൻ തീറ്റ എന്ന് എഴുതാം. where theta is the angle between where theta is the angle between between L and B. ഇതിനെ ഓർത്ത് വെക്കാൻ വേണ്ടി നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം. എഫ് ബി ഈസ് ഈക്വൽ ടു ബിൽ സൈൻ തീറ്റ. ബില്ലില്ലേ? BIL സൈൻ തീറ്റ. ബിൽ സൈൻ തീറ്റ. ഇതാണ് ഫൈനൽ ഇക്വേഷൻ. ഇവിടെ ഇതിന്റെ സൈഡിൽ ആവശ്യമുണ്ടെങ്കിൽ വേണമെങ്കിൽ എഴുതി വെച്ചോണം. എന്താ? നീ എവിടെ ആക്കി എന്താ ആക്കി എങ്ങനെ വന്നതെന്നുള്ള കാര്യം വേണമെങ്കിൽ എഴുതി വെച്ചോണം. ഐനെയാണ് നമ്മൾ എന്താ NEAVD എന്ന് കൊടുക്കുന്നത്. അതൊക്കെ വേണം എഴുതി വെച്ചോണം. അതാണ് നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തത്. ഫൈനൽ ഇക്വേഷൻ ഇതാണ്. ഒന്നുകൂടെ പറയാം. ഈ ചാപ്റ്ററിനകത്തുള്ള ഡെറിവേഷൻസ് എല്ലാം വളരെ പാടാണ്, മനസ്സിലാക്കാനൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. പറയണമെങ്കിൽ ഒന്നുകൂടെ പറയാം. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ച് മനസ്സിലാക്കി പോണേ അടുത്ത ഡെറിവേഷനിലോട്ട്. മനസ്സിലാകത്തില്ല, ഭയങ്കര പാടാ. അടുത്തതൊക്കെ ഭയങ്കര പാടാ. ഡെബ്രിയ ഓക്കെ ആണോ ഇതിനകത്ത്? ഡെബ്രിയ, ഏഞ്ചലീന ഓക്കെ ആണോ? ഏഞ്ചൽ ഓക്കെ ആണോ? ഏഞ്ചൽ, ജാനറ്റ്, ഷാരോൺ, അശ്വമാർ രണ്ടുപേരും, ആരോണ്, പാർത്ഥിബ്, കീർത്തന, നിമിഷ, അനന്യ, അനഘ. ഓക്കെ, ഇത് എഴുതിയിടണം ഇതേപോലെ. അതുപോലെ തന്നെ ലറീസ ഉണ്ടോ ഇവിടെ? ലറീസ, ഇത് കേക്കാമോ? ഹലോ, എനിക്ക് കേൾക്കുന്നില്ല പറയുന്നത്. ഹലോ. ആ, ഇത് ഓക്കെ ആണോ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇനിയും ഒരു സംഭവം കൂടി. ഇത് ഡെറിവേഷൻ എഴുതി കഴിഞ്ഞെന്ന് വിശ്വസിക്കുന്നു.
ഇനി നോക്കിക്കോളൂ, ഇനി അടുത്ത് എഴുതാനുള്ള എന്താണെന്നറിയോ, മോഷൻ ഓഫ് ചാർജ് പാർട്ടിക്കിൾ ഇൻസൈഡ് എ മാഗ്നറ്റിക് ഫീൽഡ് ഹെഡിങ് എഴുതിക്കോ. അതായത് നമ്മൾ ഫോഴ്സ് ആക്ട് ചെയ്യുന്നതേ പറഞ്ഞോളൂ. അതായത് ഒരു കറണ്ട് ക്യാരിങ് കണ്ടക്ടറിനെ മാഗ്നറ്റിക് ഫീൽഡിനകത്ത് പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ഫോഴ്സ് ആക്ട് ചെയ്യും. പക്ഷെ എങ്ങനെ ഫോഴ്സ് ആക്ട് ചെയ്യും, ഏത് ഡയറക്ഷനിൽ ഫോഴ്സ് ആക്ട് ചെയ്യും എന്നുള്ളതാണ്. അതായത് നമ്മളൊരു ചാർജ് പാർട്ടിക്കിൾ മാഗ്നറ്റിക് ഫീൽഡിനകത്ത് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ആ ചാർജ് പാർട്ടിക്കിൾ എങ്ങനെ മൂവ് ചെയ്താലും ഫോഴ്സ് ആക്ട് ചെയ്യുമെന്ന് ഞാൻ പറയത്തില്ല. അതായത് കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞായിരുന്നു, 3 കേസ് പറഞ്ഞായിരുന്നു. സ്റ്റേഷനറി ആയിട്ട് കൊണ്ടുവച്ച് കഴിഞ്ഞാൽ ഫോഴ്സ് ആക്ട് ചെയ്യത്തില്ല, പാരലൽ ആയിട്ട് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഫോഴ്സ് ആക്ട് ചെയ്യത്തില്ല. ബട്ട് ഇഫ് യു ആർ മൂവിങ് എ ചാർജ് പെർപെൻഡിക്കുലർ ടു ദി മാഗ്നറ്റിക് ഫീൽഡ് ദർ എക്സ്പീരിയൻസ് എ ഫോഴ്സ്, ഇല്ലേ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആ ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യുന്നത് കൊണ്ട് ആ ചാർജ് പാർട്ടിക്കിൾ ഏത് ഡയറക്ഷനിൽ അല്ലെങ്കിൽ ഏത് മൂവ്മെന്റ് എടുക്കും എന്നുള്ളതാണ് നമ്മൾ അടുത്തതിനകത്ത് പറയാൻ പോകുന്നത്. അപ്പം ശ്രദ്ധിച്ചോളൂ, മോഷൻ ഓഫ് charged particle inside a magnetic field. ഓക്കെ, അതിൽ കേസ് 1, കേസ് 2, കേസ് 3 ആയിട്ട് എഴുതുക. കേസ് 1 എന്ന് എഴുതിക്കോ. കേസ് 1 charge entering parallel or anti-parallel to the magnetic field. ഇതാണ് കേസ് 1. അപ്പം ഫോഴ്സ് എങ്ങനെയായിരിക്കും ആക്ട് ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മൾ പറയാൻ പോകുന്നത്. നിങ്ങൾ ഇനി ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ മനസ്സിൽ കൺസിഡർ ചെയ്യുക. നിങ്ങൾ റൂമിലിരിക്കുന്നു, നിങ്ങളുടെ റൂമിൻ്റെ ലെഫ്റ്റ് സൈഡിൽ നിന്ന് റൈറ്റ് സൈഡിലേക്ക് എന്ത് വരുവാണ്, മാഗ്നറ്റിക് ഫീൽഡ് പോകാമെന്ന് നിങ്ങൾ സങ്കല്പിക്കുക. നിങ്ങളുടെ റൂമിൽ ഇരിക്കുന്നു, നിങ്ങളുടെ ലെഫ്റ്റ് ഭിത്തിയിൽ നിന്നും റൈറ്റ് ഭിത്തിയിലേക്ക് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് കുറേ ഇങ്ങനെ മൂവ് ചെയ്യുകയാണ്. അതിനകത്ത് ആ മാഗ്നറ്റിക് ഫീൽഡ് പോകുന്ന അതേ ഡയറക്ഷനിൽ തന്നെയോ അല്ലെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ, അതായത് മാഗ്നറ്റിക് ഫീൽഡ് ഇപ്പം ലെഫ്റ്റ് ഭിത്തിയിൽ നിന്ന് റൈറ്റ് ഭിത്തിയിലേക്കാണ് പോകുന്നതെങ്കിൽ ഒന്നെങ്കിൽ അതേ ഡയറക്ഷനിൽ തന്നെയോ അല്ലെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ നമ്മളൊരു ചാർജിനെ മൂവ് ചെയ്യാൻ പറ്റും, അതായത് പാരലൽ ഓർ ആൻറ്റി പാരലൽ. അങ്ങനെയാണെങ്കിൽ ആ പാരലായിട്ടോ ആൻറ്റി പാരലായിട്ടോ മൂവ് ചെയ്യുന്ന ആ ചാർജ് പാർട്ടിക്കിളിൻ്റെ മണ്ടയ്ക്ക് എത്രത്തോളം ഫോഴ്സ് ആക്ട് ചെയ്യും എന്നുള്ളതാണ് നമ്മൾ പറയാനായിട്ട് പോകുന്നത്. അല്ലെങ്കിൽ എത്രത്തോളം ഫോഴ്സ് ആക്ട് ചെയ്യുന്നില്ല, ആ ഫോഴ്സ് ആക്ട് ചെയ്യുന്നതിൻ്റെ ഡയറക്ഷൻ എങ്ങനെയാണെന്നുള്ളതാണ് പറയാൻ പോകുന്നത്. അപ്പം നമുക്ക് ആ പടം ഒന്ന് ജസ്റ്റ് ഒന്ന് വരയ്ക്കാം. ഇപ്പം മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ ഇതാണെന്ന് വിചാരിച്ചു. മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ ഇതാണ് മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ. അതേ ഡയറക്ഷനിൽ തന്നെ ഞാൻ എന്ത് ചെയ്യുക, ചാർജിനെയും കയറ്റി വിടാൻ പോവാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇവിടെ നോക്കി, ഇത് പാരലാണ്, ഇത് പാരലൽ കണ്ടീഷനാണ്. പാരലൽ കണ്ടീഷനാണ്, അതായത് തീറ്റ ഇവിടെ 0 ആണ്. ഓക്കെ ആണല്ലോ. അതേപോലെ തന്നെ നോക്കിയോ, ഞാൻ മാഗ്നറ്റിക് ഫീൽഡ് കൺസിഡർ ചെയ്യുന്നു. മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങോട്ട് തന്നെ, പക്ഷേ ഞാൻ ചാർജിനെ അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഇങ്ങോട്ടേക്കാണ് കടത്തി വിടാൻ പോകുന്നത്. ഇതാണ് മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ, ഇതാണ് കേട്ടോ, ഇത് മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷനാണ്. ഈ ഡയറക്ഷൻ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷനാണ്, അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. അപ്പോൾ ഇവിടെ ആൻറ്റി പാരലൽ എന്നാണ് ഈ പറയുന്നത്. ആൻറ്റി പാരലൽ എന്ന് പറയും. ഓക്കെ, ഇവിടെ തീറ്റ എന്ന് പറയുന്നത് 180 ആണ്. നോക്കി, ഈ രണ്ട് കേസിലും ഞാൻ എഫ് ബി കണ്ടുപിടിക്കാൻ പോകും. എഫ് ബി ഈസിക്കൽ നമ്മളിപ്പോൾ പഠിച്ച പുതിയ ഇക്വേഷൻ വെച്ചിട്ട് ബിൽ സൈൻ തീറ്റയാണ്. നമ്മൾ ബില്ലെന്ന് മാറ്റി എഴുതിയെങ്കിലും എന്താണ് ആംഗിള് മറ്റേ എൽ ക്രോസ് ബിയുടെ, അതായത് എല്ലിൻ്റെയും ബിയുടെ ഇടയ്ക്കുള്ള ആംഗിളാണ് തീറ്റ എന്ന് ഓർത്തോണം. അല്ലാതെ നമ്മളിപ്പം ബിൽ സൈൻ തീറ്റ എന്ന് എഴുതിയെന്ന് പറഞ്ഞിട്ട് എല്ലിൻ്റെയും ഐയുടെയും ഇടയ്ക്കുള്ള ആംഗിൾ അല്ല തീറ്റ. ശരിക്കും ഇത് എഴുതേണ്ടിയിരുന്നത് ഐ ഇൻറ്റു എൽ ക്രോസ് ബി, അതായത് ILB സൈൻ തീറ്റ എന്നായിരുന്നു എഴുതുന്നത്. അത് നമ്മൾ മറ്റേ കടയിൽ നിന്നൊക്കെ മേടിക്കുന്ന ബില്ല് എന്നുള്ള അത് ഓർത്ത് വെക്കാൻ വേണ്ടിയാണ് ബിൽ സൈൻ തീറ്റ എന്ന് പഠിപ്പിച്ചത്. അപ്പോൾ നമുക്ക് നോക്കാം. എഫ് ബി ഈസിക്വൽ ടു എന്താണ്, BIL സൈൻ തീറ്റയാണ്. ഇവിടത്തെ സംബന്ധിച്ച് എന്താണ്, BIL സൈൻ 0 ആണ്. സൈൻ 0 ആണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇതിൽ ചാർജ് വല്ലതും ആക്ട് ചെയ്യുമോ, ഫോഴ്സ് വല്ലതും ആക്ട് ചെയ്യുമോ? ഇല്ല. അപ്പോൾ നമ്മൾ എങ്ങോട്ടേക്കാണോ കടത്തി വിടുന്നത് ആ ഡയറക്ഷൻ തന്നെ കണ്ടിന്യൂ ചെയ്യും. അപ്പോൾ എല്ലാവരും ഇവിടെ എഴുതി വെക്കുന്നത് എന്താണെന്നറിയോ, നോ ഡയറക്ഷൻ. കാരണം എന്താ,
പക്ഷെ നോ ഡയറക്ഷൻ അല്ല, നമ്മൾ പാരലായിട്ടാണ് കയറ്റി വിടുന്നത്. അപ്പോൾ അതേ ഫോഴ്സ് ആക്ട് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ കയറ്റി വിട്ട ഡയറക്ഷനിൽ തന്നെ പോയിട്ട് മാഗ്നറ്റിക് ഫീൽഡ് പുറത്തിറങ്ങിപ്പോകും. ഇവിടെ അതേപോലെ തന്നെ എഫ് ബി ഈസ് ഈക്വൽ ടു ബി ഐ എൽ സൈൻ എന്താ ഇവിടെ തീറ്റ എത്രയാണ്, ഇവിടെ 180, സൈൻ 180, സൈൻ 180 0 ആണ്. അതുകൊണ്ട് തന്നെ എഫ് ബി ഈസ് ഈക്വൽ ടു ഇവിടെ എന്താ ബി എവിടെയും 0 എന്ന് കൊടുക്കാം, 0 എന്ന് കൊടുക്കാം. അപ്പോൾ ആൻറ്റി പാരലായിട്ട് കയറ്റിയാലും എന്താ സംഭവിക്കുന്നത്, നമ്മൾ ഏത് ഡയറക്ഷനിലാണോ കയറ്റി വിടുന്നത് അതേ ഡയറക്ഷൻ അതേ മോഷൻ തന്നെ എക്സിക്യൂട്ട് ചെയ്യും. അതായത് ലീനിയർ മോഷൻ എക്സിക്യൂട്ട് ചെയ്യും എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഫോഴ്സ് ഒന്നും ആക്ട് ചെയ്യാത്തതുകൊണ്ട് അത് മോഷൻ ഒന്നും ഉണ്ടാകുന്നില്ല എന്നല്ല പറയണം. മോഷൻ നമ്മൾ എങ്ങനെയാണോ നമ്മൾ പറഞ്ഞായിരുന്നു, ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്കാണ്. അതായത് ലെഫ്റ്റ് ഭിത്തിയുടെ അവിടെ ഒരു ഹോൾ ഉണ്ടായിരുന്നു, റൈറ്റ് ഭിത്തിയുടെ അവിടെ ഒരു ഹോൾ ഉണ്ടായിരുന്നു. അപ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് ലെഫ്റ്റ് ഭിത്തിയിൽ നിന്ന് റൈറ്റ് ഭിത്തിയിലോട്ടാണ് പോകുന്നത്. ഞാൻ ആ ഹോളിനകത്തോട് ഒരു ചാർജിനെ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ട് കയറ്റി വിട്ട് കഴിഞ്ഞാൽ ഈ മാഗ്നറ്റിക് ഫീൽഡിനകത്തോട്ട് കയറി കഴിഞ്ഞാൽ അതേ ഫോഴ്സ് ആക്ട് ചെയ്യുന്നതാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. പക്ഷേ ഫോഴ്സ് 0 ആണ് ആക്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഏത് ഡയറക്ഷനാണോ കയറ്റി വിട്ടത് ആ ഡയറക്ഷനിൽ തന്നെ പോകും. അതായത് ആ ഹോളിനകത്തൂടെ ലെഫ്റ്റ് ഭിത്തിയിലുള്ള ഹോളിനകത്തൂടെ കയറ്റി വിട്ട് കഴിഞ്ഞാൽ അത് റൈറ്റ് ഭിത്തിയിലുള്ള ഹോളിനകത്തൂടെ ഇറങ്ങി പുറത്ത് പോകും എന്നർത്ഥം. ബിക്കോസ് മാഗ്നറ്റിക് ഫീൽഡിനകത്തോട്ട് കയറിയിട്ടും അതിൽ ഫോഴ്സ് ഒന്നും ആക്ട് ചെയ്യുന്നില്ല. അതുകൊണ്ടാണത് ലീനിയർ മോഷൻ എക്സിക്യൂട്ട് ചെയ്യുന്നത് എന്നുള്ള കാര്യം മനസ്സിലോർക്കുക. അപ്പം നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം therefore it will not experience any magnetic force and it will continue. Vinija talk. And it will continue the straight line motion. കുഞ്ഞോളെ ഒരു മിനിറ്റ് ഒന്ന് എഴുതിയെടുത്തേ. ധോണിയെ ഇത് കയറ്റി വെച്ചേരി ഇത് നടക്കണേ. എഴുതിയല്ലോ കുഞ്ഞുങ്ങളെ. ഓക്കെ, അപ്പോൾ നമ്മൾ കേസ് 1 തീർത്തു. കേസ് 1 നമ്മളെങ്ങനെയാണ്, നമ്മൾ ഒരു മാഗ്നറ്റിക് ഫീൽഡ് പാരലായിട്ടോ ആൻറ്റി പാരലായിട്ടോ ഇത് കയറ്റി വിട്ട് കഴിഞ്ഞാൽ അതിൽ ഫോഴ്സ് ഒന്നും ആക്ട് ചെയ്യത്തില്ല എന്നുള്ള കാര്യം ഓർക്കുക. ഓക്കെ ആണല്ലോ. അതേപോലെ തന്നെ കേസ് 2 if charge is entering perpendicular to magnetic field, perpendicular to magnetic field. നമ്മൾ പറഞ്ഞായിരുന്നു പെർപെൻഡിക്കുലർ ആയിട്ട് മാഗ്നറ്റിക് ഫീൽഡിനകത്തോട്ട് കയറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞായിരുന്നു. ആ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് മൂലം ഇതിൻ്റെ ഡയറക്ഷൻ എന്താണ്, അതാണ് പറയാൻ പോകുന്നത്.
ഇഫ് ചാർജ് ഈസ് എൻറ്ററിങ് പെർപെൻഡിക്കുലർ ടു മാഗ്നറ്റിക് ഫീൽഡ്. അപ്പം നിങ്ങൾ ചിന്തിക്കേണ്ടത്, നിങ്ങൾക്ക് എന്താ മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ ഞാൻ 3 ഡയമെൻഷനിലായിട്ടൊന്ന് വരച്ച് കാണിക്കാൻ നോക്കിയോളൂ. ഞാനൊരു ഷീറ്റ് വരയ്ക്കുകയാണ്. ഇതൊരു ഷീറ്റാണെന്ന് വിചാരിച്ചോ. അപ്പം മാഗ്നറ്റിക് ഫീൽഡ് ഇതുവഴി ഇങ്ങനെ കടന്നു പോവാണ്. മാഗ്നറ്റിക് ഫീൽഡ് ഇവിടെ നിന്ന് ഇങ്ങനെ കടന്നു പോവാണ്. നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടിയാണ് കേട്ടോ ഇങ്ങനെ വരയ്ക്കുന്നത്. മാഗ്നറ്റിക് ഫീൽഡ് ഇവിടെ നിന്ന് ഇങ്ങനെ കടന്നു പോവാണ്. ഓക്കെ, ഇങ്ങനെയാണ് മാഗ്നറ്റിക് ഫീൽഡ് കടന്നു പോകുന്നതെന്ന് വിചാരിച്ചോ. ഇതാണ് മാഗ്നറ്റിക് ഫീൽഡ് ഡയറക്ഷൻ. ഞാൻ ഇതിന് പെർപെൻഡിക്കുലർ ആയിട്ട്, എന്ന് പറയുമ്പോഴത്തേക്ക് ഇവിടെ ഒന്ന് ഇങ്ങോട്ടേക്ക് കയറ്റുവാണ്. കണ്ടോ, പെർപെൻഡിക്കുലർ ആയിട്ട്. ഇങ്ങനെ ഒരു ചാർജിനെ കടത്തി വിട്ട് കഴിഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കുക? നമ്മൾ പറഞ്ഞായിരുന്നു ഈ ചാർജ് പാർട്ടിക്കിളിനെ ഒരു ഫോഴ്സ് ആക്ട് ചെയ്യും. ആ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് മൂലം എന്ത് സംഭവിക്കുന്ന അറിയാമോ? സർക്കുലാർ മോഷൻ ആയിരിക്കും ഉണ്ടാകുന്നത്. കണ്ടോ, ഇതിനകത്ത് കിടന്ന് ഈ ചാർജ് കിടന്ന് ഇങ്ങനെ കറങ്ങും. ഓക്കെ, ഇതാണ് ഇവിടെ സംഭവിക്കുന്നത്. അപ്പോൾ അത് പ്രത്യേകം ഓർത്തോളം. പരീക്ഷയ്ക്ക് വരയ്ക്കുമ്പോൾ ഇങ്ങനെയൊന്നും വരയ്ക്കണ്ട, ഞാൻ നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടി പറഞ്ഞതാണ്. നേരത്തെ നമ്മൾ എങ്ങനെയാണ് മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങനെ പോകുമായിരുന്നു. അപ്പോൾ അതിന് എന്താണ്, അതേ ഡയറക്ഷനിൽ തന്നെയാണ് ചാർജിനെ കയറ്റി വിട്ടത്. നോ ഫോഴ്സ് ആക്ടിങ് ഓൺ ദ ചാർജ് പാർട്ടിക്കിൾ, സോ ഇറ്റ് വിൽ എക്സ്പീരിയൻസ് ലീനിയർ മോഷൻ. ഓക്കെ, ബട്ട് ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഇവിടെ നമ്മളിപ്പോൾ എന്താ ചെയ്തത്? ഇവിടെ നമ്മൾ ചെയ്തത് ഒരു മാഗ്നറ്റിക് ഫീൽഡ് കൺസിഡർ ചെയ്തു. ആ മാഗ്നറ്റിക് ഫീൽഡിന് പെർപെൻഡിക്കുലർ ആയിട്ട് ഇതാണ് മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ. ഇപ്പം ഞാൻ ഈ വരച്ചിരിക്കുന്നതാണ് മാഗ്നറ്റിക് ഫീൽഡ് ഡയറക്ഷൻ. അതിന് പെർപെൻഡിക്കുലർ ആയിട്ട് ഞാനൊരു ചാർജിനെ കണ്ടോ, ഞാൻ ഇങ്ങനെ മാഗ്നറ്റിക് ഫീൽഡ് ചാർജിനെ കയറ്റുവാണ് ഇങ്ങനെ. അപ്പോൾ ഇതിങ്ങനെ ഇതിനകത്ത് എപ്പോൾ കയറുന്നു അപ്പോൾ എന്ത് ചെയ്യും? അപ്പോൾ തൊട്ട് ഈ വട്ടം റൊട്ടേഷണൽ മോഷൻ എക്സിക്യൂട്ട് ചെയ്യും. അതാണ് നമുക്ക് പെർപെൻഡിക്കുലർ ആയിട്ട് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ, ഫോഴ്സ് ആക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ഫോഴ്സ് മൂലം ആ ചാർജ് പാർട്ടിക്കിൾ റൊട്ടേഷണൽ മോഷൻ എക്സിക്യൂട്ട് ചെയ്യും. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ഇവിടെ ഒരു ഡെറിവേഷൻ പഠിക്കാനുണ്ട്. എല്ലാവരും ഈ ഡെറിവേഷൻ സ്കിപ്പ് ചെയ്തിട്ടായിരുന്നു കഴിഞ്ഞ വട്ടം പരീക്ഷയ്ക്ക് പോയത്. അതായത് ഈ ലാസ്റ്റ് നിങ്ങളുടെ സീനിയേഴ്സിൻ്റെ ഈ ഡെറിവേഷൻ ചോദിച്ചു. കാരണം വലിയ ഇമ്പോർട്ടൻ്റ് അല്ല എന്ന് പറഞ്ഞിട്ടാണ് എല്ലാവരും, അതായത് ഇമ്പോർട്ടൻ്റ് അല്ല എന്നുള്ളത് കൊണ്ട് അത് വലിയതായിട്ട് നോക്കാതെ ജസ്റ്റ് നോക്കില്ല. അപ്പം നമ്മൾ പ്രത്യേകം ഇത് പഠിപ്പിച്ചു വിട്ടാണ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു 3 വർഷം ഗ്യാപ്പ് ഇട്ട് എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. അപ്പം നമുക്ക് പറയാൻ പറ്റത്തില്ല. എപ്പോൾ ചിലപ്പോൾ ഇനി റിപ്പീറ്റ് അടിച്ച് ഈ തവണ ചോദിക്കുമായിരിക്കും, അറിയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒന്ന് എഴുതി വെച്ചേക്കുക. ഇത് നിങ്ങൾക്ക് മനസ്സിലാവണമെങ്കിൽ ഇങ്ങനെ വരയ്ക്കുക. ഓക്കെ, മനസ്സിലാവണമെങ്കിൽ ഇങ്ങനെ വരയ്ക്കുക. ശരിക്കും പടം വരയ്ക്കേണ്ടത് തന്നെ ഇങ്ങനെയാണ്. അതായത് നമ്മൾ മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങനെയാണെങ്കിൽ നമ്മൾ ചാർജ് പാർട്ടിക്കിളിനെ, ഇത് ടോപ്പ് വ്യൂ ആണ്, ടോപ്പ് വ്യൂ then ഇങ്ങനെ കയറ്റി വിടുന്നു. കണ്ടോ, ഇതാണ് ആ ചാർജ് പാർട്ടിക്കിളിൻ്റെ വെലോസിറ്റി, ഇതാണ് മാഗ്നറ്റിക് ഫീൽഡ്. കണ്ടോ, ഇത് തമ്മിൽ 90 ഡിഗ്രി. ഇങ്ങനെയാണെങ്കിൽ നമുക്കറിയാമല്ലോ ഇവിടുത്തെ ഫോഴ്സ് എഫ് ബി ഈസിക്വൽ എന്താ? എഫ് ബി ഈസിക്വൽ ടു എന്താ? ക്യൂ വി ക്രോസ് ബി ആണല്ലോ. ക്യൂ വി ബി സൈൻ 90 ആണ് നമ്മൾ നേരത്തെ പഠിച്ചായിരുന്നു അല്ലേ? അപ്പം സൈൻ 91 ആണ്. അപ്പോൾ എഫ് ബി ഈസിക്വൽ ടു എന്താ? ക്യൂ ബി ബി ആണെന്ന് പറഞ്ഞായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ഡയറക്ഷൻ എങ്ങനെയാണെന്നുള്ളതാണ്. അപ്പോൾ അതാ എഴുതേണ്ടത്. താഴോട്ട് എഴുതേണ്ടത് ഒരു ഡോട്ട് ഇട്ടിട്ട് എഴുതാം. ഇഫ് എ ചാർജ് പാർട്ടിക്കിൾ is entering perpendicular to the magnetic field, it follows a uniform circular motion. It follows a uniform circular motion. ഓർത്ത് വെച്ചോണം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൽ നിന്നൊരു ഡെറിവേഷൻ നമ്മൾ ഡിറൈവ് ചെയ്യാൻ പോവാം. ഇതിനകത്ത് എന്തെങ്കിലും മനസ്സിലാകാഴികയുണ്ടെങ്കിൽ ചോദിച്ചോ. ലെറീസ, ഈ കൺസെപ്റ്റ് മനസ്സിലായോ ലെറീസ? ഓക്കെ. ഷാരോൺ ഉണ്ടോ ഇവിടെ? ഷാരോൺ, ഓക്കെ, ഇത് മനസ്സിലായോ? ഓക്കെ. ആർക്കെങ്കിലും മനസ്സിലാകാഴികയുണ്ടെങ്കിൽ ചോദിക്കണം കേട്ടോ മക്കളെ. ഇത് ഭയങ്കര പാടുള്ള ചാപ്റ്റർ ആണ്. ഇത് എന്നെ കൊണ്ട് എത്രയും ലളിതമാക്കി പഠിപ്പിക്കാമോ അത്രയും ലളിതമാക്കിയാണ് പഠിപ്പിക്കുന്നത്. അപ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ആരും ആ ബുദ്ധിമുട്ട് മനസ്സിൽ വെച്ചിട്ട് അടുത്ത ടോപ്പിക്കിലോട്ട് പോലെ നിങ്ങൾ മുട്ടയിടും ഈ ചാപ്റ്ററിന് 100% ഉറപ്പാണ്. അപ്പം അതുകൊണ്ട് ദയവ് ചെയ്ത് കൃത്യമായിട്ട് ചോദിച്ച് മനസ്സിലാക്കിയിട്ട് പോവാം അടുത്ത ടോപ്പിക്കിലേക്ക്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, യൂണിഫോം സർക്കുലർ മോഷൻ എന്ന് പറയുന്നൊരു ടോപ്പിക്ക് നമ്മൾ പഠിച്ചായിരുന്നു.
9ാം ക്ലാസ്സിൽ. യൂണിഫോം സർക്കുലർ മോഷൻ എന്ന് പറയുമ്പം സ്പീഡും വെലോസിറ്റി അല്ല, സ്പീഡ് കോൺസ്റ്റന്റ് ആയിട്ടുള്ളതും വെലോസിറ്റി കോൺസ്റ്റന്റ് അല്ലാത്തതുമായിട്ടുള്ള ഒരു സർക്കുലർ മോഷനാണ് യൂണിഫോം സർക്കുലർ മോഷൻ എന്ന് പറയുന്നത്. അങ്ങനെ ഒരു ബോഡി യൂണിഫോം സർക്കുലർ മോഷൻ എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ സെൻറ്ററിലേക്ക് ഒരു സെൻട്രിപെറ്റൽ ഫോഴ്സ് എന്ന് പറഞ്ഞൊരു ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യം നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചു, പ്ലസ് 1 പഠിച്ചാണ്. നമ്മൾ ആ ലോസ് ഓഫ് മോഷൻ എന്ന് പറഞ്ഞ ചാപ്റ്ററിനകത്താണോ അതോ അതിൻ്റെ മോഷനെ പ്ലെയിൻ ആണെന്ന് ഞാൻ ഓർക്കുന്നില്ല. ഞാൻ 2 ചാപ്റ്ററിനകത്തും ആ ടോപ്പിക്ക് വേണേൽ പഠിപ്പിക്കാൻ പറ്റും, അത് ഞാൻ ഏതിനകത്താവെന്ന് ഓർക്കുന്നില്ല. എനിവേ അത് ഓർത്ത് വെച്ചേക്കാം. അവിടെ ഒരു കറങ്ങുന്ന ഒബ്ജക്റ്റിൻ്റെ മുകളിൽ ഒരു ഫോഴ്സ് ആക്ട് ചെയ്യും. ആ ഫോഴ്സ് സെൻട്രലോട്ടായിരിക്കും ആക്ട് ചെയ്യുന്നത്. അപ്പോൾ ആ സെൻട്രലോട്ട് ആക്ട് ചെയ്യുന്ന ഫോഴ്സിനെയാണ് സെൻട്രിപെറ്റൽ ഫോഴ്സ് എന്ന് പറയുന്നത്. ഇവിടെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഇവിടെ ഒരു ബോഡി ഞാൻ മാഗ്നറ്റിക് ഫീൽഡിനകത്തോട്ട്, ഒരു ചാർജിനെ മാഗ്നറ്റിക് ഫീൽഡിനകത്തോട്ട് കയറ്റിയ സമയത്ത് ആ ചാർജ് പാർട്ടിക്കിൾ സർക്കുലർ മോഷൻ എക്സിക്യൂട്ട് ചെയ്യുകയെന്നാണ് പറയുന്നത്. അപ്പോൾ അത് എന്തുകൊണ്ടാണ് എക്സിക്യൂട്ട് ചെയ്തത്? ഇവിടെ ഒരു മാഗ്നറ്റിക് ഫോഴ്സ് ആക്ട് ചെയ്യുന്നതുകൊണ്ടാണ് അത് സർക്കുലർ മോഷൻ എക്സിക്യൂട്ട് ചെയ്തത്. ആ സർക്കുലർ മോഷൻ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ അവിടെ വേറൊരു ഫോഴ്സ് ഉണ്ടായി, സെൻട്രിപെറ്റൽ ഫോഴ്സ്. ശരിക്കും ലോജിക്കലി പറഞ്ഞു കഴിഞ്ഞാൽ ഈ മാഗ്നറ്റിക് ഫോഴ്സ് തന്നെയാണ് സെൻട്രിപെറ്റൽ ഫോഴ്സും, സെൻട്രിപെറ്റൽ ഫോഴ്സ് തന്നെയാണ് മാഗ്നറ്റിക് ഫോഴ്സും ഇവിടെ. കാരണം ഇവിടെ ആ സെൻട്രിപെറ്റൽ ഫോഴ്സ് കറങ്ങാൻ കാരണം മാഗ്നറ്റിക് ഫോഴ്സ് ആണ്. അപ്പോൾ എത്ര മാഗ്നറ്റിക് ഫോഴ്സ് ഉണ്ടോ അത്രയും തന്നെ സെൻട്രിപെറ്റൽ ഫോഴ്സ് ഉണ്ടാകും എന്നുള്ള കാര്യമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് തന്നെ ഇങ്ങനെ എഴുതാം, അടുത്തൊരു ഡോട്ട് ഇട്ടിട്ട് ഹിയർ 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 മാഗ്നറ്റിക് ഫോഴ്സ് will becomes equal to centripetal force. Centripetal ഫോഴ്സിനെ നമ്മൾ FC എന്നാണ് ഇടുന്നത്. സെൻട്രിപെറ്റൽ ഫോഴ്സിനെ FC എന്നാണ് ഇടുന്നത് കേട്ടോ. മാഗ്നറ്റിക് ഫോഴ്സിനെ FB എന്നും. അപ്പോൾ നമുക്ക് therefore ഇങ്ങനെ എഴുതാം, FB is equal to FC എന്ന് എഴുതാം. ഓക്കെ, ഈ FB എന്ന് പറഞ്ഞാൽ നമുക്കറിയാം QVB അല്ലേ, നമ്മളിപ്പോൾ 90 ഡിഗ്രി കയറ്റി വിട്ട് കഴിഞ്ഞാൽ QVB ആണ്. ഈസിക്കൽ ടു സെൻട്രിപെറ്റൽ ഫോഴ്സിൻ്റെ ഇക്വേഷൻ mv²/r ആണ് കേട്ടോ. അത് വേണമെങ്കിൽ സൈഡിലോട്ട് എഴുതി വെച്ചേക്കണം, mv²/r. m മാസ്, v വെലോസിറ്റി, r റേഡിയസ് ഓഫ് ദ സർക്കുലർ പാത്ത്. അത് ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് എന്ത് കൊടുക്കാം, mv² എന്ന് കൊടുക്കാം, r എന്ന് കൊടുക്കാം. ഇവിടെ നോക്കി, ഇതും വെലോസിറ്റിയാണ്, ഇതും വെലോസിറ്റിയാണ്. ഓരോ വെലോസിറ്റിയും കട്ട് ചെയ്ത് പോയി. അങ്ങനെയാണെങ്കിൽ ബാക്കി എന്ത് വരും? ബാക്കി നോക്കിക്കോളൂ, QB എന്തെന്ന് വരുന്നു, mv/r എന്ന് വരും. QB mv/r. ഇവിടെ നമുക്ക് v കണ്ടുപിടിക്കണം. v കണ്ടുപിടിക്കാൻ ന്യൂമറിക്കൽ ചോദിക്കാറുണ്ട്. അപ്പോൾ v കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? ഇവിടെ നിന്ന് r-നെ ഇങ്ങോട്ട് കൊണ്ടുവരണം അല്ലേ, r-നെയും അങ്ങോട്ട് കൊണ്ടുപോകണം, അതേപോലെ തന്നെ m-നെ താഴോട്ടും കൊണ്ടുവരണം, എന്നാലേ v കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ. അപ്പം v നമുക്ക് എന്തെന്ന് എഴുതാം? v QBr/m എന്ന് എഴുതാം. ഇതാണ് വെലോസിറ്റിയുടെ ഒരു ഇക്വേഷൻ. ഇതിനെ ചില്ലിട്ട് വെക്കുക. ഇനി ഇവിടെ നിന്ന് നമുക്ക് ഇതിപ്പോൾ ലീനിയർ വെലോസിറ്റിയാണ്, ഇത് റൊട്ടേഷണൽ മോഷൻ ആയതുകൊണ്ട് ഇതിനെ ആംഗുലാർ വെലോസിറ്റി ആക്കണം. ലീനിയർ വെലോസിറ്റി ആംഗുലാർ വെലോസിറ്റിയും തമ്മിലുള്ള റിലേഷൻ നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചതാണ്. അത് വെച്ചിട്ടാണ് ബാക്കി ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത്. നോക്കിക്കോളൂ. ഓൾസോ ഇതിനെ നമുക്ക് ഇങ്ങനെ എഴുതാം, അല്ല ഇത് ഓൾസോ എന്ന് എഴുതണ്ട, മുകളിലത്തെ ഇക്വേഷൻ നമുക്ക് ഇങ്ങനെ എഴുതാം, QB/m നമുക്ക് എന്തെന്ന് എഴുതാം, v/r എന്ന് എഴുതാം. ഇതിനെ നമ്മൾ എന്ത് ചെയ്യാം, ഈ r-നെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇങ്ങോട്ട് താഴോട്ട് കൊണ്ടിരുന്നു. നമുക്കറിയാം v അതും കൂടെ ഞാൻ താഴോട്ട് അങ്ങ് എഴുതാമേ. ഇത് വലിയ ഡെറിവേഷൻ ആണ് കേട്ടോ, ഇത് താഴോട്ട് എഴുതി അങ്ങ് പോക്കോ. ഇതിനെയും കൂടെ ഒരു ചില്ലിട്ട് വെച്ചോ. we have v r omega. അവിടെ നിന്ന് v/r omega എന്ന് എഴുതാമല്ലോ. നമുക്ക് ഈ v/r-ന് പകരം ഈ ഒമേഗ വേണ്ട ഈ ഇക്വേഷനകത്ത് കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെയാണ് കിട്ടുന്നത്, QB/m omega എന്ന് കിട്ടും. ആണോ? ആണ്. അപ്പോൾ അതിനെ നമുക്ക് വേണമെങ്കിൽ omega QB/m എന്ന് എഴുതാം. ഇനി നമുക്കറിയാം ഒമേഗ, വേർ ഒമേഗ ഇസ് ദ ആംഗുലാർ ഫ്രീക്വൻസി, വേർ ആംഗുലാർ വെലോസിറ്റി, വേർ ഒമേഗ ഈസ് ദ ആംഗുലാർ വെലോസിറ്റി,
ആംഗുലാർ ഫ്രീക്വൻസി എന്ന് എഴുതാം. ആംഗുലാർ ഫ്രീക്വൻസി. ഇനി നമുക്കറിയാം ഒമേഗ, ഇതിനെയും ചില്ലിട്ട് വെച്ചേക്കണം. ഇത് ന്യൂമറിക്കൽ ആവശ്യമാണ്, ഇതിനെയും ചില്ലിട്ട് വെച്ചേക്കുക. ഇനി ന്യൂമറിക്കൽ ചെയ്യാൻ വേണ്ടിയാണ് കേട്ടോ ഈ ബോക്സ് ഇട്ട് വെച്ചിരിക്കുന്ന എല്ലാം ന്യൂമറിക്കൽ ആവശ്യമായിട്ടുള്ളതാണ്. ഓക്കെ, ഇനി നമുക്കറിയാം വി ഹാവ് ഒമേഗ ഈസ് ഈക്വൽ ടു 2π/t. +1 പഠിച്ചൊരു റിലേഷനാണ്. അത് ഞാൻ ഇവിടോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒമേഗയ്ക്ക് വരെ നമുക്ക് എന്ത് എഴുതാം? 2π/t ഈസ് ഈക്വൽ ടു എന്തെന്ന് എഴുതാം? QB ഡിവൈഡഡ് ബൈ m എന്ന് എഴുതാം. ഓക്കെ, അവിടെ നിന്ന് 2π താഴോട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ 1/t ഈസ് ഈക്വൽ ടു എന്തെന്ന് എഴുതാം? 1/t ഈസ് ഈക്വൽ ടു 1/2π ഇൻറ്റു എന്തെന്ന് എഴുതാം? QB ഡിവൈഡഡ് ബൈ m എന്ന് എഴുതാം. ഓക്കെ, ഈ 1/t എന്താ? റെസിപ്രോക്കൽ ഓഫ് ടൈം പീരീഡ് എന്ന് പറയുമ്പോൾ ഫ്രീക്വൻസി. അപ്പോൾ നമുക്ക് ഫ്രീക്വൻസി ഈസ് ഈക്വൽ ടു 1/2π QB ഡിവൈഡഡ് ബൈ m എന്ന് എഴുതാം. ഒരു ചില്ലിട്ട് വെക്കാം. ഇനി നിങ്ങൾക്ക് ടൈം പീരീഡ് ആണ് കണ്ടുപിടിക്കാൻ ന്യൂമറിക്കലിനകത്ത് ചോദിക്കുന്നതെങ്കിൽ ഇതിപ്പം 1 ടൈം പീരീഡിന്റെ റിലേഷനാണ് ഈ തന്നിരിക്കുന്നത്. ടൈം പീരീഡ് കണ്ടുപിടിക്കാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി? ഈ ഇക്വേഷനെ നേരെ എന്ത് ചെയ്താൽ മതി? റെസിപ്രോക്കൽ എടുത്താൽ മതി. അതുകൊണ്ട് ടൈം പീരീഡ് കണ്ടുപിടിക്കാൻ അതും കൂടെ വേണമെങ്കിൽ ഇത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ താഴോട്ട് വേണം എഴുതി വെക്കണം. ടൈം പീരീഡ് ഈസ് ഈക്വൽ ടു 2πm ഡിവൈഡഡ് ബൈ എന്തെന്ന് എഴുതാം? QB എന്ന് എഴുതാം. അതും കൂടെ ഒന്ന് ഓർത്ത് വെച്ചേക്കാം. ഇനി പരീക്ഷയ്ക്ക് ഡെറിവേഷൻ എന്താ ചോദിക്കുന്നതെന്ന് അറിയാമോ? പ്രൂവ് ദാറ്റ് വെലോസിറ്റി, അതിൻ്റെ ഇതായിട്ട് ഞാൻ അങ്ങ് തരാം. അതായത് ഇവിടെ ടൈം പീരീഡും ഫ്രീക്വൻസിയും എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല? വെലോസിറ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് നമ്മൾ തെളിയിക്കേണ്ടത്. അതായത് പ്രൂവ് ദാറ്റ് ബോത്ത് ടൈം പീരീഡ് ആൻഡ് ഫ്രീക്വൻസി ഓഫ് ചാർജ് പാർട്ടിക്കിൾ ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് വെലോസിറ്റി ഓർ എനർജി. അത് ഞാൻ പറഞ്ഞു തരാം. നോക്കിയോ, നമ്മൾ മോളിൽ വെലോസിറ്റി ഉണ്ടായിരുന്നല്ലോ. നിങ്ങൾ നോക്കിയേ, മോളിൽ നമുക്ക് വെലോസിറ്റി ഉണ്ടായിരുന്നു ഇല്ലേ? വെലോസിറ്റി ഉണ്ടായിരുന്നു. ആ വെലോസിറ്റിയുടെ ടേം മാറ്റി ആംഗുലാർ വെലോസിറ്റി ആക്കി. ആംഗുലാർ വെലോസിറ്റി മാറ്റി ടൈം പീരീഡിലാക്കി. ഇപ്പം ഈ ടൈം പീരീഡിനെ ഫ്രീക്വൻസിയുടെ ഇക്വേഷനകത്ത് വെലോസിറ്റി ഉണ്ടോ? വെലോസിറ്റി ഇല്ല. അതുകൊണ്ട് തന്നെ ഈ ഫ്രീക്വൻസി ടൈം പീരീഡും വെലോസിറ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. രണ്ടാമത്തേത്, വെലോസിറ്റിനെ ഡിപ്പെൻഡ് ചെയ്യുവാണെങ്കിൽ എനർജിയെ ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ളൂ. കാരണം നമ്മൾ കൈനറ്റിക് എനർജി ഇക്വേഷൻ എന്താ പഠിച്ചത്? 12mv² എന്നാണ് പഠിച്ചത്. അപ്പോൾ ഈ വിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ലെങ്കിൽ എനർജിയെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല എന്നർത്ഥം. അത്രേ ഉള്ളൂ. അപ്പം ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡെറിവേഷനാണ്. ന്യൂമറിക്കൽ പോയിന്റ് ഓഫ് വ്യൂവിലും ആപ്ലിക്കേഷൻ പോയിന്റ് ഓഫ് വ്യൂവിലും. ഇതിൻ്റെ താഴോട്ട് എഴുതേണ്ട കാര്യം ഞാനൊന്ന് പറഞ്ഞു തരാം. താഴോട്ട് എഴുതേണ്ട കാര്യം എഴുതിക്കാൻ ഞാൻ ഈ സൈഡിലോട്ട് എഴുതുകയാണേ. വെയർ T is the time period and Fനെ ചിലപ്പം മറ്റേ ന്യൂ എന്നായിരിക്കും എഴുതുന്നത് കേട്ടോ. F is the frequency of charge particle. ഇനിയും അതേപോലെ തന്നെ from the above equation it is clear that from the above equation it is clear that both time period and frequency are independent of velocity and hence frequency. Velocity and hence frequency. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഇനിയും നിങ്ങൾ ഇപ്പം ഇന്ന് നിങ്ങൾ ഡെറിവേഷൻ ഇത് ഇപ്പം എഴുതിയില്ലേ, ഇപ്പം തന്നെ ഈ രണ്ട് ഡെറിവേഷനും നിങ്ങൾ നോക്കിയിട്ടല്ലാതെ നിങ്ങൾ വേറെ പരിപാടിക്ക് പോകരുത്. നിങ്ങളത് നോക്കി മനസ്സിലാക്കിയിട്ട് എവിടെയാണ് നിങ്ങൾക്ക് മനസ്സിലാകാത്തതെന്നുള്ളത് അടുത്ത ക്ലാസ്സിൽ എന്നോട് ചോദിക്കണം. അതിന് വേണമെങ്കിൽ നമുക്കൊരു 15 മിനിറ്റ് എടുക്കാം. തലേ ദിവസം പഠിപ്പിച്ച ഡെറിവേഷൻ അടുത്ത ദിവസം ക്ലാസ്സിന് മുമ്പ് വേണമെങ്കിൽ ഞാൻ ഡൗട്ട് ഉള്ളവർക്ക് വേണേൽ പറഞ്ഞു തന്നിട്ട് പുതിയ ക്ലാസ് തുടങ്ങാം. അത് നിങ്ങൾ കൃത്യമായിട്ട് നോക്കണം. കാരണം ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇവിടുന്ന് ഇപ്പോൾ രണ്ടാമത്തെ ഇത് വലിയൊരു ഡെറിവേഷൻ, അത് ഞാൻ ഒറ്റയാക്കി തന്നതാണ് കേട്ടോ.
ഇപ്പം നമ്മൾ എഴുതിയത് 2 ഡെറിവേഷൻ്റെ ഒരു കൺസെപ്റ്റാണ്. അത് ഞാനിപ്പോൾ ഒറ്റയാക്കി തന്നതാണ് നിങ്ങൾക്ക് എളുപ്പത്തിന് വേണ്ടി. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ അങ്ങ് എഴുതിയാൽ മതി. ഡെറിവേഷൻ ചോദിക്കുവാണെങ്കിൽ ഇങ്ങനെ അങ്ങ് എഴുതിയാൽ മതി. ഇത് വലിയൊരു ഡെറിവേഷൻ, ഇത് പല രീതിയിൽ ചോദിക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ഇങ്ങനെ തന്നെ പഠിച്ചു വെച്ചേക്കുക. 2 ഡെറിവേഷന് തുല്യമാണ്. അത് ഞാൻ പറഞ്ഞത് ഒരു 10-22 ഡെറിവേഷൻ ആക്കിയിട്ട് ചുരുക്കാൻ പറ്റുമോ നോക്കട്ടെ ഈ ചാപ്റ്ററിനകത്തെ. അപ്പം അതിനനുസരിച്ച് നിങ്ങൾ പോയാൽ മതി. ഇത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്ന് നോക്കിയോ, ഇത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്ന് നോക്കിയോ, പെട്ടെന്നാട്ടെ. 2 മിനിറ്റ് തരാം. ഇനി ഒരു കേസ് കൂടെ പറഞ്ഞു തന്നോട്ടെ. ഇത് എഴുതി കഴിഞ്ഞെങ്കിൽ ഒരു കേസ് കൂടെ പറഞ്ഞു തരാൻ നോക്കിയോ. കേസ് 3 നമ്മൾ പാരലായിട്ടും ആൻറ്റി പാരലായിട്ടും ചാർജ് പാർട്ടിക്കിളിനെ കയറ്റി വിടുന്നതിനെ പറ്റി പറഞ്ഞു, പെർപെൻഡിക്കുലറായിട്ട് കയറ്റി വിടുന്നതിനെ പറ്റി പറഞ്ഞു. ഇനി ഞാൻ ഈ പാരലും പെർപെൻഡിക്കുലറും അല്ല, അതായത് 0 ഡിഗ്രി 180 ഡിഗ്രി 90 ഡിഗ്രി ഇതല്ലാതെ വേറെ ഏതെങ്കിലും ഒരു ആംഗിൾ, ഒരു 30 ഡിഗ്രി ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു 40 ഡിഗ്രി ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു 50 ഡിഗ്രി ആയിക്കോട്ടെ, 60 ഡിഗ്രി ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു 20 ഡിഗ്രി ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു 10 ഡിഗ്രി ആയിക്കോട്ടെ, അതായത് മാഗ്നറ്റിക് ഫീൽഡുമായിട്ട് 10 ഡിഗ്രിയോ 20 ഡിഗ്രിയോ അല്ലെങ്കിൽ ഈ 180യും 0യും 90യും അല്ലാതെ വേറെ ഏതെങ്കിലും ആംഗിളിൽ കയറ്റി വിട്ട് കഴിഞ്ഞാൽ ഏത് മോഷൻ ആയിരിക്കും എക്സിക്യൂട്ട് ചെയ്യുന്നത്? നമ്മൾ പറഞ്ഞു പാരലായിട്ടോ ആൻറ്റി പാരലായിട്ടോ കയറ്റി വിട്ട് കഴിഞ്ഞാൽ സ്ട്രെയിറ്റ് ലൈൻ മോഷൻ. രണ്ടാമത്തേത് പെർപെൻഡിക്കുലറായിട്ട് കയറ്റി വിട്ട് കഴിഞ്ഞാൽ യൂണിഫോം സർക്കുലർ മോഷൻ. ഇനിയും നമുക്ക് വേറെ ഏതെങ്കിലും ആംഗിളിൽ കയറ്റി വിട്ട് കഴിഞ്ഞാൽ എന്ത് മോഷനാണ് എക്സിക്യൂട്ട് ചെയ്യുന്നതെന്ന് ഓർക്കാൻ വേണ്ടി, അല്ല പറയാൻ വേണ്ടിയാണ് നമ്മൾ പോകുന്നത്. അത് ഓർത്ത് വെക്കാം. അത് ഹെലിക്കൽ മോഷനാണ്. അത് ഞാൻ പറഞ്ഞു തരാം എങ്ങനെയാണെന്നുള്ളത്. കേസ് 3 എന്ന് എഴുതിക്കോ. കേസ് 3 എന്ന് എഴുതിക്കോ. If a charged particle is making an angle theta with magnetic field, comma, it follows helical motion. അതായത് ഞാൻ പറയാം, ഞാനൊരു പേപ്പർ വരയ്ക്കുന്നു, ഒരു പേപ്പർ ഞാൻ കൺസിഡർ ചെയ്യുന്നു. ഈ പേപ്പർ വെച്ചിട്ടാണ് ഞാൻ മാഗ്നറ്റിക് ഫീൽഡ്, നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടിയാണ് കേട്ടോ 3 ഡയമെൻഷണൽ കൺസെപ്റ്റ്. ഒരു പേപ്പർ ഞാൻ ഇങ്ങനെയാണ് വെച്ചിരിക്കുന്നത്, ചരിച്ച് വെച്ചിരിക്കുകയാണ്. അതായത് നമ്മുടെ ബെഞ്ചുമായിട്ട് പെർപെൻഡിക്കുലറായിട്ട് വെച്ചിരിക്കുകയാണ്. ഇങ്ങനെ വെച്ചിരിക്കുന്നു. ഇതിൻ്റെ മാഗ്നറ്റിക് ഫീൽഡ് കടന്നു പോകുന്നത് ദണ്ട് ഇങ്ങനെയാണ്. ഇങ്ങനെയാണ്. അപ്പം നമ്മൾ ആദ്യം ചാർജിനെ എങ്ങനെയാണ് കയറ്റിയത്? ചാർജിനെ ഇവിടുന്ന് ഇങ്ങോട്ടും കയറ്റി നോക്കി, ഇവിടുന്ന് ഇങ്ങോട്ടും കയറ്റി നോക്കി. അപ്പോൾ അതേ മോഷൻ ഒന്നും ആക്ട് ചെയ്തില്ല, സ്ട്രെയിറ്റ് ലൈൻ മോഷൻ. അതേപോലെ തന്നെ ഇവിടെ ഒന്ന് ദണ്ട് ഇങ്ങനെ പെർപെൻഡിക്കുലറായിട്ട് ഇങ്ങനെ കയറ്റി, അപ്പോൾ ഈ സർക്കുലർ മോഷൻ എക്സിക്യൂട്ട് ചെയ്തു. ഇനി പെർപെൻഡിക്കുലറും പാരലും ആൻറ്റി പാരലും അല്ലാതെ വേറൊരു മോഷൻ, അതായത് ഞാൻ ഇവിടുന്ന് കണ്ടോ ദണ്ട് ഇങ്ങനെ കയറ്റാൻ പോവാം. കണ്ടോ, ഇപ്പം ഇതുമായിട്ട് ഒരു 30 ഡിഗ്രിയിലാണ് കയറ്റിയിരിക്കുന്നതെങ്കിൽ ഇത് എങ്ങനെ പോകുന്ന അറിയാമോ? എന്നിട്ട് ഇതിങ്ങനെ വന്ന് കറങ്ങി ഹെലിക്കൽ മോഷൻ ആയിരിക്കും. ഹെലിക്സിലെ നമ്മുടെ DNA ഒക്കെ ഇരിക്കുന്ന പോലെ തന്നെ ഹെലിക്കൽ സ്ട്രക്ചർ ഇങ്ങനെ ഇത് പോകുന്നുണ്ടാവും. അതായത് സർക്കുലർ മോഷനും ഉണ്ട് അവിടെ, സ്ട്രെയിറ്റ് ലൈൻ മോഷനും ഉണ്ട്. അതായത് വട്ടത്തിൽ കറങ്ങി നേരെ പോവുക, അതാണ് സംഭവം. ഓക്കെ ആണല്ലോ? അതും ഒന്ന് ഓർത്ത് വെച്ചേക്കാം. അത് വരയ്ക്കുമ്പോൾ ഇങ്ങനെ ഒന്ന് വരയ്ക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടി ഞാൻ വരച്ചതേ ഉള്ളൂ. വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വരച്ചു വെച്ചേക്കുക. ഓക്കെ, അപ്പം നമുക്ക് അതിൻ്റെ ബാക്കി കാര്യങ്ങൾ എഴുതേണ്ടത്, അത് ശരിക്കും ഇത് ചാർജ് പാർട്ടികളാണ്. ചാർജ് പാർട്ടികളിൽ ഇങ്ങനെ കയറ്റി വിട്ട് കഴിഞ്ഞാൽ ഹെലിക്കൽ മോഷൻ എക്സിക്യൂട്ട് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, ഇനിയും നമുക്ക് അതിൻ്റെ ഒരു വെക്റ്റർ കാൽക്കുലേഷൻ അല്ലെ വെക്റ്റർ ഫോമിൽ വരയ്ക്കണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ വരയ്ക്കേണ്ടി വരും. നോക്കിയോ, ഇതാണ് നമ്മുടെ ചാർജ് പാർട്ടികളുടെ വെലോസിറ്റിയുടെ ഡയറക്ഷൻ. അതിങ്ങനെ സ്ലാൻഡിങ് പൊസിഷനിൽ പോകുന്നുണ്ട്. അതിനെ 2 കമ്പോണൻ്റ് ആക്കണം. വി കോസ് തീറ്റയും ആക്കി, വി സൈൻ തീറ്റയും ആക്കി. കാരണം ഇതാണ് തീറ്റ എന്നുള്ളതുകൊണ്ട് അങ്ങനെ ആക്കിയിരിക്കുകയാണ്. ഓക്കെ, അതൊന്ന് ഓർത്ത് വെച്ചേക്കണം. എന്നിട്ട് എഴുതി വെച്ചേക്കണം എന്താണ് ഹെലിക്കൽ മോഷൻ എഴുതിയല്ലോ.
ഇനി നോക്കിയേ, ഈ രണ്ട് ഇപ്പം ഈ കോൺസിക്യൂട്ടീവ് ഈ ഹെലിക്കൽ പാത്തില്ലേ, അതിന്റെ കോൺസിക്യൂട്ടീവ് രണ്ട് പൊസിഷൻ ഉണ്ടല്ലോ. ഇപ്പം ഒരു പൊസിഷൻ ഞാൻ സെലക്ട് ചെയ്യാൻ വേണ്ടിയത്, അതിന്റെ ഒരു കോൺസിക്യൂട്ടീവ് പൊസിഷൻ എന്ന് പറയുമ്പോൾ ഇത് തമ്മിലുള്ള ദൂരത്തിന് നമ്മൾ പിച്ച് എന്ന് പറയുവേ. പണ്ട് 2014 അത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. 2014 അത് കഴിഞ്ഞിട്ട് അങ്ങനെ ഞാൻ ചോദിച്ചു കണ്ടിട്ടില്ല. പക്ഷെ അത് ഉള്ളതുകൊണ്ട് ഞാൻ ഓർത്തുകൊണ്ട് പെട്ടെന്ന് അങ്ങ് പറയാണ് കേട്ടോ. അപ്പം പിച്ച്, PITCH, പിച്ച്. അത് വേണമെങ്കിൽ പിച്ച് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വേണമെങ്കിൽ എഴുതി കിട്ടോ കേട്ടോ. പിച്ച് എന്ന് പറയുമ്പോൾ പടത്തിനകത്ത് നിങ്ങൾ മാർക്ക് ചെയ്ത് വെക്കണം. പിച്ച് എന്ന് പറയുമ്പോഴത്തേക്കും എന്താ എഴുതേണ്ടത്? ഇറ്റ് ഈസ് എ ഡിസ്റ്റൻസ്. ഓക്കെ, ഇത് എഴുതിക്കോ. ഇറ്റ് ഈസ് ദ ഡിസ്റ്റൻസ് മൂഡ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് മൂഡ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ഡ്യൂറിങ് one rotation. ഇത് ഇങ്ങനെയൊക്കെ പറയുമെങ്കിലും ഇതിന്റെ അർത്ഥം തന്നെ ഇതാണ് കേട്ടോ, രണ്ട് കോൺസിക്യൂട്ടീവ് പോയിന്റ് തമ്മിലുള്ള ദൂരം. ചില ടീച്ചർമാർ ഇതൊന്നും പറയത്തുമില്ല. അത് പറയേണ്ട ആവശ്യമുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഞാൻ പഴയ ഇതിനകത്ത് ക്വസ്റ്റ്യൻ പണ്ട് കണ്ടതിൻ്റെ ഒരു ഓർമ്മ വെച്ചിട്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഇപ്പം ഈ അടുത്തെങ്ങും ചോദിച്ച് കണ്ടിട്ടുമില്ല. എന്നാലും എഴുതിക്കോ. അതേപോലെ തന്നെ പിച്ച് കണ്ടുപിടിക്കാനുള്ള ഒരു ഇക്വേഷനും കൂടെ എഴുതി കിട്ടോ. നമുക്കറിയാം പിച്ച് എന്ന് പറയുമ്പോൾ ഡിസ്റ്റൻസ് ആണ്. ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു നമുക്കറിയാം വെലോസിറ്റി. ഡിസ്റ്റൻസ് അല്ലെ ഡിസ്പ്ലേസ്മെന്റ്. വെലോസിറ്റി ഇൻറ്റു ടൈം ആണ്. ഇവിടത്തെ കേസിൽ വെലോസിറ്റി എന്ന് പറയുമ്പോൾ ഇങ്ങോട്ടുള്ള മോഷൻ ആയതുകൊണ്ട് ആ കമ്പോണൻ്റ് വി കോസ് തീറ്റ എടുക്കുന്നത് കേട്ടോ. വി കോസ് തീറ്റ ഇൻറ്റു ടൈം. അപ്പം അത് എടുക്കുന്ന സമയത്ത് ഈ ഡിസ്റ്റൻസിനെ നമുക്ക് പിച്ച് എന്ന് വിളിക്കാം. ഇതും കൂടെ എഴുതിയിട്ടേക്കെ. ഇതൊന്നും ആവശ്യമുള്ളതല്ല, വലിയ ഇമ്പോർട്ടൻ്റ് ഒന്നുമല്ല, ഞാനങ്ങ് തന്നേ ഉള്ളൂ. പഴയ ക്വസ്റ്റ്യൻ പേപ്പറിനകത്തൊക്കെ ഉള്ളത് കൊണ്ട് തന്നേ ഉള്ളേ. അപ്പോൾ ഇത്ര ഓക്കെ ആണെങ്കിൽ ക്ലാസ് ഇടാൻ നിർത്താം എന്ന് വിചാരിക്കുന്നു. ഇനിയുണ്ട് ഡെറിവേഷനാണ്, വേണ്ട, ഇങ്ങനെ കുറച്ച് പഠിച്ച് പോയാൽ മതി. ഇനി അടുത്ത ബയോസവാർട്സ് ലോ എന്ന് പറഞ്ഞൊരു ലോ ആണ്. അതുമായിട്ട് ബന്ധപ്പെട്ട് കുറേ ഡെറിവേഷനും കൺസെപ്റ്റും പഠിക്കാനുണ്ട്. അപ്പോൾ ഇന്നിങ്ങനെ നമുക്ക് നിർത്താം. എഴുതിയെടുത്തിട്ടുള്ളവർക്ക് പറഞ്ഞിട്ട് ലെഫ്റ്റ് ആവാം. Thank you, sir. Okay. Thank you.